ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ അടുക്കളയിൽ താരങ്ങളായി മാറുന്നതല്ലേ. അപ്പം ഞാനിതാ കോളിഫ്ലവർ ഇതുപോലെ മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റി വെക്കണേ. എന്നാൽ മാത്രമേ അതിലെ കീടങ്ങളൊക്കെ പോവുള്ളൂ കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, കുറച്ച് കോൺഫ്ലവർ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കോളിഫ്ലവറും അതിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കട്ടോ. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആ സെയിം പാനിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, അതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കോളിഫ്ലവർ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി ചേർത്ത് 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടോ.